ഭയങ്കര പ്രശ്നം ഉണ്ടായി. ഇവന്റെ വീട്ടിലെ പട്ടി ആരോ ബീഫ് കൊടുത്ത് വന്നെന്നും പറഞ്ഞ ആകെ പ്രശ്നം. എന്റെ വീട്ടിലെ പട്ടിയോ? അത് നല്ല വിലയുള്ള പട്ടിയല്ലേ? ചോക്ലേറ്റ് കളർ ലാബ്. ഏത് കണ്ണു ചോരില്ലാത്തവനാടാ ഈ പണി കാണിച്ചത്? ആരാന്നറിയില്ല, ബീഫ് അകത്തോട്ട് ഇട്ട് കൊടുത്തെന്നാ പറഞ്ഞ. സങ്കടം തോന്നിട്ടാ റോഡിലൊക്കെ ഓരോന്ന് ചത്ത് കിടക്കുന്ന കണ്ട പാവം തോന്നി. നീ പോയിക്കോ എന്നാ, പോയിക്കോ. എന്തായാലും സമാനം ഉണ്ടാക്കാം കേട്ടാ. എന്ത് പട്ടി നോക്കാടാ, നമുക്ക് നോക്കാം. പട്ടിയല്ലേ, മനുഷ്യനല്ലല്ല. ആദ്യം മുടി വെട്ടാൻ നോക്ക് പോയി. 10-18 എണ്ണം വായന്ന് ഒരേ പതി വന്നിട്ട് ഇങ്ങനെ ചത്ത് കിടക്കുന്ന ഇത് രസാന്നറിയോ? ദിവസവും വെക്കണം, ദിവസവും വെക്കണം. എന്നാലും ഉണ്ണീനെ സമ്മതിക്കണോ, അവ കറക്റ്റ് ആയിട്ട് കാര്യങ്ങൾ ചെയ്തു. അവൻ 10 വിടാൻ പോയ വീട്ടിലെ എല്ലാ പട്ടീനെയും കൊന്നാ തോന്നാ. മന്മഥനാണല്ലോ. എന്താ നോക്കി? എന്താ മന്മത? ഞാൻ പറഞ്ഞല്ലേ നിങ്ങളെടുത്ത ഉണ്ണിയെ ഏൽപ്പിക്കരുതെന്ന്. എന്തേ? പണി കിട്ടി. ഉണ്ണിയെ പോലീസ് പോക്കി. പോലീസ് പിടിക്കേ? പിടിച്ചു. എന്തിന്? എടോ പട്ടിക്ക് ഇറച്ചി കൊടുത്ത് വിഷം വെച്ച് ഇറച്ചി കൊടുത്തേന്. അതിനെങ്ങനെ പോലീസ് അറിഞ്ഞേ? എടോ അപ്പൊ കൊടുത്ത് എവിടെ CCTV ഉണ്ടായിരുന്നു, CC ക്യാമറയിൽ അത് പതിച്ചു. അപ്പൊ നമുക്കെല്ലാം പണി വരുമെന്നാ തോന്നണേ. അതെ, നീ ഇപ്പൊ എവിടെ നിൽക്കണേ? ഞാനിപ്പോ വീട്ടിലുണ്ട്. എന്നാ നീ അവിടെ നിൽക്ക്, ഞാൻ അങ്ങോട്ട് വരാം. അങ്ങോട്ട് വരാം. ഹലോ 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 പ്രിയമുള്ളവരെ, ഈ അനുശോചന യോഗത്തിൽ സംസാരിക്കാനായിട്ട് സത്യശീലൻ സാറിനെ ക്ഷണിക്കുക. ബഹുമാനപ്പെട്ട നാട്ടുകാരെ, സുഹൃത്തുക്കളെ, എല്ലാവർക്കും നമസ്കാരം. കഴിഞ്ഞ ദിവസങ്ങളിൽ അകാലത്തിൽ നമ്മെ വിട്ടുപോയ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയുള്ള ഒരു അനുശോചന യോഗമാണ് ഇവിടെ നടക്കുന്നത്. കഴിഞ്ഞ 2-3 ദിവസങ്ങളിലായി ഏകദേശം 10-20ഓളം നായ്ക്കളാണ് നമ്മുടെ തെരുവുകളിൽ കൊല്ലപ്പെട്ടിട്ടുള്ളത്. അക്രമിയെ പോലീസ് കണ്ടുപിടിച്ചിട്ടുണ്ട്. അയാൾക്ക് തക്കതായ ശിക്ഷ കൊടുക്കും എന്ന് തന്നെ നമുക്ക് വിചാരിക്കാം. പക്ഷേ ശിക്ഷ എന്ന് പറയുന്നത് വളരെ ചെറിയ ശിക്ഷയായിരിക്കും. കാരണം 1960കളിലെ നിയമം തന്നെയാണ് ഇപ്പോഴും അനുവർത്തിച്ചു വരുന്നത്. അത് മാറ്റണം. അത് മാറ്റി ഇതുപോലുള്ള ക്രൂരകൃത്യങ്ങൾ നടത്തുന്നവർക്ക് കടുത്ത ശിക്ഷ കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള നിയമം മാറ്റി എഴുതുന്നതിന് നമുക്ക് മുന്നിട്ടിറങ്ങേണ്ടതുണ്ട്. എനിക്ക് കൂടുതലൊന്നും പറയാനില്ല. എൻ്റെ കയ്യും കാലും തളർന്നു പോവുകയാണ്. ഞാനൊരു കാര്യം ചെയ്യാം, ഞാൻ മൈക്ക് എൻ്റെ സഹധർമ്മിണിയായിട്ടുള്ള മണ്ടോദരിക്ക് കൈമാറുകയാണ്. മണ്ടോദരി നിങ്ങളോട് സംസാരിക്കും. മണ്ടോദരി 2 വാക്ക് പറയൂ. മറിമായം